ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇത് നമ്മുടെ ഒരു ക്ലയൻറ്റ് ചോദിച്ചതാണ്. അദ്ദേഹത്തിന് 25,000 രൂപയുടെ SIP ഉണ്ട്. അദ്ദേഹത്തിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. എന്താണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക? നമ്മുടെ SIPയുടെ എമൗണ്ട് കൂട്ടുക, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൂട്ടുക. SIP എന്ന് പറയുന്നത് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പ്ലാനാണ് സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഫ്യൂച്ചറിൽ എത്ര റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്, ആ ഒരു കാൽക്കുലേഷനാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കൂടെ ഞാൻ 15,000 രൂപ SIP ഉള്ള ഒരാൾക്ക് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കേസ് 2 കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും 25,000 രൂപയുടെ SIP ഉണ്ടായില്ലല്ലോ. ചിലവർക്ക് അതിൽ കൂടുതലായിരിക്കും, ചിലവർക്ക് അതിൽ കുറവായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി 25,000-ൻ്റെയും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ചെറിയ SIPകൾ 15,000-ൻ്റെയും ഒക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ കൂടിയുണ്ട്. എന്തായാലും നമുക്ക് 25,000-ൻ്റെ കാൽക്കുലേഷൻ ആദ്യം കാണാം. നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ ഇവിടെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന 13%. നമുക്കറിയാം മാർക്കറ്റ് നന്നായിട്ട് അഗ്രസീവായിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ SIPക്ക് വളരെ വലിയ കൂടിയ റിട്ടേൺ കാണിക്കും. എന്നാൽ ഇപ്പോഴത്തെയൊക്കെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ടു ഡൗൺ എന്ന് പറയാനില്ല, ഇപ്പോൾ സൈഡ് വേസ് ആണ് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും റിട്ടേൺ കിട്ടണമെന്നില്ല, അതായത് റിട്ടേൺ കുറവായിരിക്കും. നേരത്തെ SIP സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ഈ സമയത്ത് നല്ല റിട്ടേണിലായിരിക്കും അവർ റൺ ചെയ്യുന്നത്. കാരണം ഈ ചെറിയ കയറ്റിറക്കങ്ങൾ അവരുടെ റിട്ടേണെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. എന്തായാലും നമ്മളിവിടെ 13% റിട്ടേൺ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കേസ് ഇങ്ങനെയാണ്. ഇത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂട്ടാനും, ഡെപ്റ്റിലേക്കൊക്കെയാണ് അഗ്രസീവായിട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അത് ഓരോരുത്തരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചും കാലാവസ്ഥ അനുസരിച്ചും കാശിന് ആവശ്യം എപ്പോഴാണ്, ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിന് മാറ്റാനായിട്ട് സാധിക്കും. എനിവേ നമ്മളൊരു 13% ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന പൈസ 10% വിചാരിച്ചോളൂ. ഇത് 2 കേസുണ്ട്. ഒന്നെങ്കിൽ എല്ലാ വർഷവും നമുക്ക് 10% വെച്ചിട്ട് നമ്മുടെ SIP എമൗണ്ട് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ വർഷവും 2,500 രൂപ വെച്ചിട്ട്. ഇപ്പോൾ 25,000-ൻ്റെ 10% എന്ന് പറയുന്നത് 2,500 ആണല്ലോ. അപ്പോൾ 2,500 രൂപ വെച്ചിട്ട് കൂട്ടുന്നു എന്ന രീതിയിൽ ചെയ്യാം. ഇതിൽ രണ്ടിലും 2 തരം വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ കാണുന്ന വിൻഡോയിൽ 25,000 രൂപ മന്ത്ലി SIP ഉള്ള ഒരാൾ, അദ്ദേഹം ഒരു സ്റ്റെപ്പ് അപ്പും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 10 വർഷമാകുമ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 30 ലക്ഷം രൂപയാണ്. ഓർക്കുക, 10 വർഷം കൊണ്ടാണ് അദ്ദേഹം ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10ാമത്തെ വർഷത്തിൽ നിൽക്കുമ്പോഴും ആ വർഷവും മാസവും ഒക്കെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഇതൊരു ലംസം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, മറിച്ച് SIP ആണ്. ലംസമാണെങ്കിൽ ഇതിനെ കഴിഞ്ഞും വളരെ വലുതായിരിക്കും ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 59 ലക്ഷത്തി സംതിങ് ആണ്. 15 വർഷമാകുമ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന 45 ലക്ഷം രൂപയാണ്. എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 1,29 ലക്ഷമാണ്. 20 വർഷമാകുമ്പോൾ 60 ലക്ഷം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 2,59 ലക്ഷമാണ്. 25 വർഷമാകുമ്പോൾ 75 ലക്ഷം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ നിയർലി 5 കോടിയാണ്. ഇനി അദ്ദേഹം 10% വെച്ചിട്ട് ആനുവലി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ മാറുന്നത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10 വർഷം 47,81,000 രൂപയാണ്. ഞാനൊരു റൗണ്ട് ഫിഗർ പറയാം കേട്ടോ. അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 85 ലക്ഷമാണ്. അതിൻ്റെ മുകളിലുണ്ട്, ഞാൻ റൗണ്ട് ആക്കി അങ്ങ് പറയുകയാണ്. 15 വർഷമാകുമ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 95 ലക്ഷം രൂപയാണ്. ഇവിടെ നോക്കുക, ഇവിടെ അത് 45 ലക്ഷം രൂപയായിരുന്നു. ഓൾറെഡി അത് ഡബിൾ ആയിട്ടുണ്ട്. അതായത് ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റഡ് വാല്യൂ കൂടുന്ന കാണാം. അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. 2,22 ലക്ഷമാണ് അത്. ഇനി 20 വർഷമാകുമ്പോൾ ഓൾറെഡി അദ്ദേഹം 1,71 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 5 കോടിക്ക് മുകളിലാണ്. ഇനി 25 വർഷമാകുമ്പോൾ അദ്ദേഹം ഓൾമോസ്റ്റ് 3 കോടിക്ക് അടുത്ത് 2,95 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ഏറ്റവും കൂടുതൽ, ഈ ഒരു ടേബിളിൽ ഏറ്റവും കൂടിയ ഫിഗറാണ്, അത് 11 കോടിക്ക് മുകളിലാണ്. അപ്പോൾ ഈ ഒരു ടേബിളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ വാല്യൂ കിട്ടുന്നത്. ഇനി അടുത്ത ടേബിളിലേക്ക് നമുക്ക് പോവാം. 25,000 രൂപ SIP, അദ്ദേഹം എല്ലാ വർഷവും 2,500 രൂപ വെച്ചിട്ടേ കൂട്ടുന്നുള്ളൂ. 10% സ്റ്റെപ്പപ്പ് അല്ല. 10% സ്റ്റെപ്പപ്പ് എന്ന് പറയുമ്പം ആദ്യത്തെ വർഷം 25,000, രണ്ടാമത്തെ വർഷം 27,500, മൂന്നാമത്തെ വർഷം 27,500-ൻ്റെ 10%. അങ്ങനെയാണ് കൂടുക. ഇതങ്ങനെയല്ല, ഇത് എല്ലാ വർഷവും 2,500 വെച്ച് കൂടുന്നു. അതായത് ആദ്യത്തെ വർഷം 25,000, രണ്ടാമത്തെ വർഷം 27,500, മൂന്നാമത്തെ വർഷം 30,000, അങ്ങനെ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ
10 വർഷമാകുമ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 43,500 ആ 43,500,000 50,000 കേട്ടോ, 43,50,000 43.5. അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് നിയർലി 80 ലക്ഷമാണ്. 15 വർഷം 76 ലക്ഷം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇവിടെ ഓൾറെഡി 1 കോടിയായി കേട്ടോ, 1 കോടിയല്ല 2 കോടിക്ക് അടുത്ത്, 1,92 ലക്ഷം. 20 വർഷം ആകുമ്പോഴത്തേനും അദ്ദേഹം 1,17 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 4 കോടിയാണ്, 4 കോടിക്ക് മുകളിൽ വന്നിട്ടുണ്ട്. 25 വർഷം അദ്ദേഹം 1,65 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 8 കോടിക്ക് മുകളിലാണ്. അപ്പോൾ നോക്കുക, എല്ലാ വർഷവും 10% ഫിഗറിൽ ഇൻക്രീസ് ചെയ്യാൻ, അതായത് ആദ്യമിട്ട SIP പിന്നീട് 10% വെച്ചിട്ട് 2,500 വെച്ചിട്ട് കൂട്ടാനൊക്കെ സാധാരണഗതിയിൽ എല്ലാവർക്കും തന്നെ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അത് പറ്റുന്നതാണ്. ഇനി അല്ലാത്ത രീതിയിൽ ഈ 10% കൂടുമ്പോഴുള്ള വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പറ്റുന്നത്ര ഇപ്പോൾ 10% കൂട്ടാൻ പറ്റിയില്ല 5% കൂട്ടൂ, 2,500 ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ 1,500 ഉയർത്തു, ഇനി അതും പറ്റിയില്ല 500 രൂപ ഉയർത്തു, 1000 രൂപ ഉയർത്തു. അപ്പോൾ നമ്മുടെ SIPയിൽ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഭാവിയിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനെക്കാളും വളരെ വലുതായിരിക്കും. ഇപ്പോൾ നോർമൽ SIP ആണെങ്കിൽ 5 കോടി കിട്ടുന്നത് 10% സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് അത് 11 കോടിയാണ്. ഇനിയിപ്പോൾ 10% തന്നെ, പക്ഷേ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്, 2,500 വെച്ചിട്ട് എമൗണ്ട് ആണ്. അതിപ്പോൾ പറ്റൂല, 25,000 ചെയ്യുന്ന ഒരാൾക്ക് അടുത്ത വർഷം ഒരു 2,500 കൂടി കൂട്ടാനായിട്ട് സാധിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന 8,21 ലക്ഷം രൂപ. ഇവിടെ വ്യത്യാസം നോക്കൂ. അപ്പോൾ ചെറിയ ഒരു രീതിയിൽ ഉയർത്തിയാലും ഇപ്പോൾ 2,500 പകരം 1,000 ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല, അതിപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചാണ്. നമുക്ക് അതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാം കേട്ടോ, ഇനിയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടും. അതനുസരിച്ചിട്ട് ഉയർത്താൻ പറ്റുമെങ്കിൽ ഉയർത്തുക, പറ്റില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ സിനാരിയോ 15,000 രൂപയുടെ SIP, അതും കൂടി ഒന്ന് കണ്ടുകളയാം. ഇവിടെ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. 15,000 രൂപയാണ് അദ്ദേഹം മന്ത്ലി SIP ചെയ്യുന്നത്. ഇത് അദ്ദേഹമല്ല, ഇത് ഞാൻ ജനറലായിട്ട് എടുത്തതാണ്. അപ്പോൾ അസ്യൂംഡ് റിട്ടേൺ എന്ന് പറയുന്നത് 13%. സ്റ്റെപ്പ് അപ്പ് 10% തന്നെ. എന്നാൽ ഇവിടെ സ്റ്റെപ്പ് അപ്പ് എമൗണ്ട് ഞാൻ മെല്ലെ ഒന്ന് കൂട്ടുന്നുണ്ട്, 5,000 രൂപയായിട്ട് കൂട്ടുന്നുണ്ട്. അതായത് ഇവിടെ 10% അല്ല 20%. കാരണം ഇദ്ദേഹം ചെറിയ SIP ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ കൂട്ടാൻ സാധിച്ചേക്കും. ആ ഒരു അസംഷനിലാണ് നമ്മളിത് കൂട്ടുന്നത്. ഇനി വ്യത്യാസം നോക്കാം. നോർമൽ SIP ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വാല്യൂ ഇപ്പോൾ ഇവിടെ 10 വർഷമാകുമ്പോൾ 35 ലക്ഷം രൂപയാണ്. അദ്ദേഹം 18 ലക്ഷം രൂപയാണ് ഇത്രയും നാളുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത്. ഇനി 15 വർഷമാകുമ്പോൾ 77 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിക്കും. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് 27 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപയുടെ ഒരു കൂടുതലുണ്ട്. ഇനി 20 വർഷമാകുമ്പോൾ അദ്ദേഹത്തിന് 36 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1.5 കോടിയാണ്. 25 വർഷമാകുമ്പോൾ 45 ലക്ഷം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന് ലഭിക്കുന്നത് 3 കോടിയാണ്. ഇത് നോർമൽ SIP. 10% വെച്ച് അദ്ദേഹം സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫിഗേഴ്സ് ഞാനിവിടെ പറയാം. 10 വർഷം 51 ലക്ഷം രൂപ, 15 വർഷം 1,33 ലക്ഷം രൂപ, 20 വർഷം 3 കോടി സംതിങ്, 25 വർഷം 6,66 ലക്ഷം രൂപ. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൽ ഈ ഭാഗത്ത് ഈ വിൻഡോയിൽ മാറ്റം വരുന്നുണ്ടാവും, അത് കണ്ടാൽ മതി. ഇത് ടെലിഗ്രാം ചാനലിൽ ഞാൻ ഈ ഫയൽസ് കൊടുക്കാം കേട്ടോ, ഒന്നെങ്കിൽ നിങ്ങൾ ഇത് നോട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ 2 ഫയൽസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടില്ല, ഞാൻ ഇടും കേട്ടോ. ഓക്കെ, ഇടാം. അപ്പോൾ അതിൽ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് പഠിത്തം കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാവുന്നതാണ്. ഇനി അദ്ദേഹം 5,000 രൂപ വെച്ചിട്ടാണ് ടോപ്പപ്പ് ചെയ്യുന്നത്. ഇതിന് ടോപ്പപ്പ് എന്നും പറയും, സ്റ്റെപ്പപ്പ് എന്നും പറയും കേട്ടോ, രണ്ടും ഒന്ന് തന്നെ. എല്ലാ വർഷവും 5,000 രൂപ വെച്ച് കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 10 വർഷം കൊണ്ട് 45 ലക്ഷം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു, 77 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്നു. എന്നാൽ 15 വർഷമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 കോടിയാണ്. കാരണം ഈ ഒരു ടേബിളിലാണ് നമുക്ക് ഏറ്റവും വലിയ ഫിഗേഴ്സ് കാണാൻ പറ്റുന്നത്. 2 കോടി 15 വർഷം കൊണ്ട് ലഭിച്ചു. ഇനിയിപ്പോൾ 20 വർഷം ആകുമ്പോഴത്തേനും 4.5 കോടിയാണ്. മറ്റുള്ള ഫിഗറിലൊക്കെ ഇവിടെ 1.5 കോടിയും ഇവിടെ 3 കോടിയും ലഭിച്ചു, ഇവിടെ 4.5 കോടി ലഭിച്ചു. ഇനി അടുത്ത ഒരു 25 വർഷമാകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന 9.43 കോടി. അവിടെയും നമുക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അല്ലേ, ഈ ഇതിലാണ്. അപ്പോൾ നിങ്ങളുടെ SIP ചെറുതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ചെറിയ SIP ആണെങ്കിലും പ്രശ്നമില്ല, അതൊന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ സ്റ്റെപ്പ് അപ്പ് എമൗണ്ട് 5,000 ആണ്. അപ്പോൾ 5,000 ഇല്ലെങ്കിൽ 4,000 ചെയ്യാം, ഇല്ലെങ്കിൽ 3,000 ചെയ്യാം, 1,000 ചെയ്യാം, 500 ചെയ്യാം, അവനവൻ്റെ പോലെ. പക്ഷേ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ വ്യത്യാസം നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ വാല്യൂവിൽ കാണാൻ പറ്റും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏഞ്ചൽ 1 ഉണ്ട്,
അസറ്റ് പ്ലസ് ഉണ്ട്, ഫണ്ട്സ് മെസ്സാറുണ്ട്. പിന്നെ അപ്സ്റ്റോക്സിൻ്റെ ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ETF കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, സ്റ്റോക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അപ്സ്റ്റോക്സും എടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റൊരു കാറ്റഗറി വരുന്നതാണ് ETF. അപ്പോൾ ഒരുപാട് പേര് സ്റ്റോക്കിലൊക്കെ ലോസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് കണ്ടു. നിങ്ങൾക്ക് നല്ലൊരു ETF-ൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. ആദ്യം ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യൂ, അതിനുശേഷം ഒരു ETF-ൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യൂ. ഈ നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളങ്ങനെ ജീവിതകാലം മൊത്തം കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് കറക്റ്റ് മെത്തേഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു നഷ്ടം നമ്മൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് കൂടി വരും. പോർട്ട്ഫോളിയോ നമുക്ക് എപ്പോഴും ലാഭത്തിലായിരിക്കണം. അതിന് കുറേ ട്രിക്കും കാര്യങ്ങളും ഉണ്ട്, അത് ചെയ്യണം. അപ്പോൾ അതിന് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഞാനൊരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ എക്സാമും കാര്യങ്ങളും ഒക്കെ പാസ്സായി ലൈസൻസൊക്കെ റിന്യൂ ചെയ്തിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരാൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പം എനിക്ക് ഇതുവരെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എന്ന് തന്നെ പറയാം കേട്ടോ, ഒരാൾക്കല്ല, എല്ലാവർക്കും അങ്ങനെ കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവരുടെ ഒരു സജഷനിൽ ഒരുപാട് പോരായ്മകൾ കാണുന്നുണ്ട്. അത് ഞാൻ റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. പിന്നെ അത് ചെയ്യണോ വേണ്ടോ എന്നുള്ള അവരുടെ ഇഷ്ടം, ഞാനത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ വളരെ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകും. അപ്പം നമ്മുടെ കൂടെ അങ്ങ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ടാവും. അതായത് നമ്മളുടെയൊക്കെ ലൈഫിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്നാണ് ഞാൻ പറയുക. അപ്പോൾ ആ ഒരു നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും, അതായത് നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടാവും. ഈ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ വെൽത്ത് ക്രിയേഷന്. അല്ലാതെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. 1% ആളുകൾ പോലും അത് വിജയിക്കാറില്ല, കാരണം നോളജിൻ്റെ കുറവുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൻ്റെ പറയുന്നു. പിന്നെ ETF-ൻ്റെ കാര്യം, ETF ചെയ്യണം നിർബന്ധമൊന്നുമില്ല. മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ഞാൻ ETF കൂടി ചെയ്യുന്നുണ്ട്. അതപ്പോൾ ഏഞ്ചൽ വണ്ണിലൊക്കെയാണ് ETF എടുക്കാൻ പറ്റുള്ളൂ. നിർബന്ധമൊന്നുമില്ല, മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നവർ അത് ചെയ്താൽ മതി. ഞാൻ ETF കൂടെ ചെയ്യുന്നത് എനിക്ക് അതും കൂടെ അറിയാവുന്നതുകൊണ്ടാണ്. ETF-ഉം മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റൊരു കാറ്റഗറി വരുന്നതാണ്. അതും ഒരു ശരിക്കും മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് കേട്ടോ. അതിപ്പോൾ അതിൽ നമ്മുടെ ഏഞ്ചൽ വണ്ണിലൊക്കെ അക്കൗണ്ട് എടുത്തവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അസറ്റ് പ്ലസിലും ഫണ്ട്സ് ബസാറിലും ETF-കളില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട, മ്യൂച്വൽ ഫണ്ട് തന്നെ ചെയ്യുന്നത്. കാരണം ETF-ലേക്ക് വരുമ്പോൾ വീണ്ടും കുറേ പഠിക്കണം. ആളുകൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഏഞ്ചൽ വണ്ണിലുള്ളവർക്കൊക്കെ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഒന്ന് അയക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. എന്തായാലും അവർക്ക് പുതിയ എഡ്യൂക്കേഷണൽ വീഡിയോ, ETF-ൻ്റെയും കാര്യങ്ങളും എഡ്യൂക്കേഷണൽ വീഡിയോസ് വരുന്നുണ്ടാവും. ഏത് ഏഞ്ചൽ വണ്ണിൽ ഉള്ളവർക്ക് കേട്ടോ. ഞാൻ പബ്ലിക്കായിട്ടും ചെയ്യാം, അല്ലാതെ അവർക്കായിട്ട് വെബിനാറും പിന്നെ വീഡിയോ സീരീസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങളുടെ റെസ്പോൺസ് വേണം. നിങ്ങളെ ഞാൻ ഒന്ന് പുഷ് ചെയ്ത് വിടുന്ന പോലെ എന്നെ നിങ്ങളും ഒന്ന് പുഷ് ചെയ്ത് വിട്ടാൽ കൂടുതൽ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആരും അനങ്ങുന്നില്ലെങ്കിൽ മടി പിടിച്ചിരിക്കും, സാധാരണ അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ എന്നെയും പുഷ് ചെയ്ത് വിടുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.